12 വർഷം കൊണ്ട് 1 കോടി രൂപ 1 crore rupees എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയട്ടെ. കുറച്ച് ഓവർ അല്ലേ എന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ മുഴുവൻ കേട്ടു നോക്കൂ. കാശുണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല ഹാർഡ് വർക്കും ക്ഷമയും അതിലേറെ സമയവും ആവശ്യമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് മനുഷ്യന് 1 കോടി രൂപയുടെ നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ ഏകദേശം 15 മുതൽ 20 വരെ വർഷം വേണ്ടിവരുമെന്നാണ് പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് അത്രയും കാലമൊക്കെ കാത്തിരിക്കാൻ ആർക്കാ സമയമല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ സ്റ്റെപ്പ് അപ്പ് SIPയിലൂടെ എങ്ങനെ 12 ഇയേഴ്സ് കൊണ്ട് 1 crore ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. ഈ വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫേമസ് ബ്ലോഗറും ഓഥറുമായ ജെയിംസ് ക്ലെയർ മുന്നോട്ട് വെക്കുന്ന ഒരു തിയറി ഉണ്ട്. നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ ശീലങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സെല്ലർ ബുക്കിലെ വരികൾ ഞാൻ പറയാം. യുവർ ഔട്ട്കംസ് ആർ എ ലാഗിങ് മെഷർ ഓഫ് യുവർ ഹാബിറ്റ്സ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹാബിറ്റ്സിൻ്റെ ലാഗിങ് മെഷറാണ് നിങ്ങളുടെ സമ്പത്ത്. ഭക്ഷണശീലങ്ങളുടെ ലാഗിങ് മെഷറാണ് നിങ്ങളുടെ ബോഡി വെയ്റ്റ്. നിങ്ങളുടെ ലേണിംഗ് ഹാബിറ്റ്സിൻ്റെ ലാഗിങ് മെഷറാണ് നിങ്ങളുടെ നോളജ്. യു ഗെറ്റ് വാട്ട് യു റിപ്പീറ്റ്. ഇവിടെ നമുക്ക് ഏറ്റവും റിലവൻ്റ് ആയ പാർട്ട് ഇതാണ്. നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ശീലങ്ങളുടെ റിസൾട്ടാണ്. പക്ഷേ മനുഷ്യന്മാരുടെ ഒരു പ്രകൃതം നല്ല ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മൾ ഒട്ടും പോരാ എന്നതാണ്. മാത്രമല്ല നമ്മുടെ ഉള്ള ശീലങ്ങളിൽ പോസിറ്റീവായ ചേഞ്ചസ് കൊണ്ടുവരിക എന്നതുള്ളതിലും നമ്മൾ പിന്നോട്ടാണ്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസിനെയും നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും എന്നതിലാണ് നമ്മുടെ ടെക്നിക്ക് ഇരിക്കുന്നത്. സംഭവം സിമ്പിളാണ്. ഓട്ടോമാറ്റിക്കായി നമ്മുടെ കാര്യങ്ങൾ ഒരു ഹാബിറ്റ് പോലെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കണം. അതെങ്ങനെയെന്ന് പറയാം. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ പ്രോബ്ലം റെഗുലറായി ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ഗുഡ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുത്ത് അതിലൊരു മന്ത്ലി SIP ഓട്ടോമേറ്റ് ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തെ പ്രോബ്ലം, മേക്കിംഗ് ആൻ ഇൻക്രിമെൻ്റൽ പോസിറ്റീവ് ചേഞ്ച് ഇൻ അവർ ഇൻവെസ്റ്റിംഗ് ഹാബിറ്റ്. നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഹാബിറ്റിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പോസിറ്റീവ് ചേഞ്ചസ് കൂട്ടി കൊണ്ടുവരിക. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് അപ്പ് SIP കാൽക്കുലേറ്റർ ഉപയോഗിക്കുക എന്നതാണ്. എല്ലാ വർഷവും നമ്മുടെ SIP എമൗണ്ട് ഇൻക്രീസ് ചെയ്യണമെന്ന കാര്യം അതിലൂടെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ഇത് എങ്ങനെ നടക്കും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ grow.in/calculators/SIP calculator എന്ന വെബ്സൈറ്റിൽ പോയി താഴെ പറയുന്ന ഡീറ്റെയിൽസ് ഫിൽ ചെയ്യണം. എ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 22,000 ആൻഡ് എക്സ്പെക്റ്റഡ് ആനുവൽ റിട്ടേൺ ഓഫ് 12%. ഇത് പ്രകാരം 15 വർഷം കൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ മോർ ദാൻ 1 crore ആവുമെന്ന് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ 15 വർഷം 12 ആക്കി ചുരുക്കാൻ, അതായത് ഒരു 3 വർഷം ലാഭിക്കാനുള്ള മെത്തേഡ് പറയാം. grow.in/calculators/step-up-SIP calculator എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റെപ്പ് അപ്പ് SIP കാൽക്കുലേറ്ററിലേക്ക് ലോഗിൻ ചെയ്യുക. ആദ്യത്തെ 2 കണ്ടീഷൻസും സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. എ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 22,000 ആൻഡ് എക്സ്പെക്റ്റഡ് ആനുവൽ റിട്ടേൺ ഓഫ് 12%. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു തേർഡ് കണ്ടീഷൻ കൂടെ ആഡ് ചെയ്യാം, ആനുവൽ സ്റ്റെപ്പ് അപ്പ് ഓഫ് 10%. ഇതുകൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഒന്നുകൂടെ ബെറ്ററായി മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടെ വിശദീകരിച്ച് പറയാം. നമ്മുടെ ആ തേർഡ് കണ്ടീഷൻ ഉണ്ടല്ലോ, ആനുവൽ സ്റ്റെപ്പ് അപ്പ് ഓഫ് 10%. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും നമ്മൾ നമ്മുടെ SIP എമൗണ്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ മാസത്തിലുമുള്ള മന്ത്ലി SIP എമൗണ്ടിലും ഓരോ വർഷം കൂടുന്തോറും ഒരു ചേഞ്ച് വരും. ഒന്നാം വർഷം ഓരോ മാസവും അടയ്ക്കേണ്ട SIP എമൗണ്ട് 22,000 rupees ആണെങ്കിൽ രണ്ടാം വർഷം അത് 24,200 ആയിരിക്കും. തേർഡ് ഇയറിൽ അത് 26,620 ആയിരിക്കും. അങ്ങനെ ഓരോ വർഷവും കൂടി വന്ന് 12th ഇയർ മന്ത്ലി SIP എമൗണ്ട് 62,769 rupees ആയിരിക്കും. തുടക്കത്തിൽ മാസം 22,000 rupees അടച്ച നമ്മൾ 12ാമത്തെ വർഷം അടക്കുന്നത് 62,769 rupees ആണ് എന്ന് ആലോചിക്കുമ്പോൾ അതൊരു വലിയ സംഖ്യയായി മാറിയില്ലേ എന്ന് തോന്നും. സ്വാഭാവികം. പക്ഷേ ആലോചിക്കണം, 12 വർഷം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതവും കരിയറും ഒക്കെ കൂടുതൽ നന്നായി വരേണ്ട സമയം കൂടിയാണ്. കരിയറിൽ മുന്നോട്ട് പോകുമ്പോൾ ഏണിങ്സും കൂടും, അതിനനുസരിച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയും കൂടി വരും. തിരിച്ചാലോചിച്ച് നോക്കിയാലോ, ഓരോ വർഷം കഴിയും തോറും കൂടുതൽ മെച്ചപ്പെടണം എന്നൊരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഗോളുകൾ നമ്മൾ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതിന് ഈ ടാർഗറ്റ് കൂട്ടി വരേണ്ടത് ആവശ്യമാണ്.
നമ്മളെല്ലാവരും എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. പക്ഷേ എത്ര പേർക്ക് അത് പെട്ടെന്ന് സാധിക്കാറുണ്ട്? ഇതിനുള്ള വഴി വളരെ ബുദ്ധിയുള്ള ചിലർക്ക് മാത്രം അറിയാവുന്ന റോക്കറ്റ് സയൻസ് പോലെ കോംപ്ലിക്കേറ്റഡ് ആയതൊന്നുമല്ല. 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് ഇതിനായി നമ്മൾ മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതും. സ്റ്റെപ്പ് 1, കരിയറിൻ്റെ തുടക്കകാലത്ത് നന്നായി സമ്പാദിക്കാൻ വേണ്ടിയുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യാനായി സമയവും കയ്യിലുള്ള കാശും കൃത്യമായി വിനിയോഗിക്കുക. സ്റ്റെപ്പ് 2, സാമ്പത്തിക അച്ചടക്കത്തിലൂടെ നന്നായി സേവ് ചെയ്യുക, എന്നിട്ട് സിസ്റ്റമാറ്റിക്കായി ഇൻവെസ്റ്റ് ചെയ്യുക. സ്റ്റെപ്പ് 3, കോമ്പൗണ്ടിങ് തടസ്സപ്പെടുത്താതിരിക്കുക. ഇൻവെസ്റ്റിങ്ങിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകുമ്പോഴും ഇടയ്ക്ക് വെച്ച് ആവേശം കെട്ടുപോകാതെ വിവേകത്തോടെ മുന്നോട്ട് പോവുക. 15 ഇയേഴ്സ് കഴിയുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഇപ്പോൾ നമ്മൾ നോക്കിയ അതേ എക്സാമ്പിൾ വെച്ച് ഡിഫറെൻറ്റ് ടൈം പീരീഡിൽ ഫിക്സഡ് SIPയും സ്റ്റെപ്പ് അപ്പ് SIPയും തരുന്ന വാല്യൂ എത്ര ആയിരിക്കും എന്നും കൂടെ നോക്കാം. ആഫ്റ്റർ 10 ഇയേഴ്സ് 10 വർഷത്തിന് ശേഷം ഫിക്സഡ് SIP വാല്യൂ 51,11,460. സ്റ്റെപ്പ് അപ്പ് SIP വാല്യൂ 70,06,630. ആഫ്റ്റർ 15 ഇയേഴ്സ് 15 വർഷത്തിന് ശേഷം ഫിക്സഡ് SIP 1,11,672. Step up SIP value 1,80 lakhs. After 20 years 20 വർഷത്തിന് ശേഷം ഫിക്സഡ് SIP വാല്യൂ 2,19,81,254. Step up SIP value 4,12 lakh. After 30 years 30 വർഷത്തിന് ശേഷം 7,76,58,103. Step up SIP value 18,26 lakhs. ഇപ്പോൾ സ്റ്റെപ്പ് അപ്പ് SIPയുടെ ബെനിഫിറ്റ് എന്താണെന്ന് പിടികിട്ടിയില്ലേ? ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? തുടങ്ങല്ലേ പരിപാടി. ഒരു കാര്യം കൂടെ അറിയിക്കട്ടെ, നമ്മുടെ ഗ്രോവിന് ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ഏറ്റവും പുതിയ മാർക്കറ്റ് അപ്ഡേറ്റ്സും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചും എല്ലാമുള്ള യൂസ്ഫുൾ അപ്ഡേറ്റ്സും ന്യൂസും എല്ലാം ഉണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ജോയിൻ അവർ ടെലഗ്രാം ചാനൽ. അടുത്ത വീഡിയോയിൽ കാണാം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.